ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കന്നിമാസം തൊട്ടതെല്ലാം ഈ നക്ഷത്ര ജാതർക്ക് പിഴയ്ക്കും. ഒന്നിനും നിങ്ങളിനി മുതിരരുത്. അതിസങ്കീർണമാണ് ഈ 31 ദിനങ്ങൾ. കന്നിമാസം തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെയുള്ള ദിനങ്ങളിൽ കന്നിമാസത്തിൽ ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ദോഷഫലങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകളെല്ലാം ഗ്രഹരാശി മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കന്നിമാസത്തിൽ നവരാത്രി ദിനങ്ങൾ വരുന്നതും ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ബുധനും ശുക്രനും ചൊവ്വയും ഉൾപ്പെടെ പല ഗ്രഹങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്ന മാസം കൂടിയാണ് ഈ കന്നിമാസം. ഇത് നിങ്ങളിൽ വളരെയധികം അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് കന്നിമാസത്തിൽ വളരെയധികം കരുതലോടെ നീങ്ങേണ്ട ആളുകളെന്നും അതുകൂടാതെ ജീവിതത്തിൽ എപ്രകാരം നമ്മൾ ശ്രദ്ധിക്കണമെന്നും നോക്കാം. ആദ്യം കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ മാസം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും ചിലർക്ക് മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകുവാൻ കാരണമാകും. സുഹൃത്തുക്കൾ കാരണം വളരെയധികം ദോഷ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ പ്രശ്നങ്ങൾ വരികയും മേലധികാരിക്ക് വിശദീകരണം നിങ്ങൾ നൽകേണ്ടി വരികയും ചെയ്യാം. ഭാര്യ സുഖക്കുറവ് അനുഭവപ്പെട്ടേക്കും. ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് അകൽച്ച, ചിലരുടെ മരണമൊക്കെയും ഉണ്ടാകുവാനിടയുള്ള മാസമാണ്. ശിരോരോഗം ശല്യം ചെയ്തേക്കാം. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഒക്കെ ഉണ്ടാകാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അധ്വാനത്തിന് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥ സംജാതമാകും. കടബാധ്യതകളൊക്കെ ഉണ്ടാകാതെ നോക്കുന്നതും വളരെയധികം ഗുണകരമാകും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. മകയിരം നക്ഷത്ര ജാതകർക്ക് പല കാര്യങ്ങളിലും കൂടുതൽ വിയർപ്പൊഴുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. പലപ്പോഴും നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ശത്രുത വർദ്ധിക്കുന്ന കാലമാണ്. ഗൃഹ അന്തരീക്ഷം പല രീതിയിലും കലുഷമായിരിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ തേടിയെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെങ്കിലും അല്പം കൂടി ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ വന്നു ചേരും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അത് പിന്നീട് നിങ്ങൾക്ക് വളരെയധികം പ്രതിസന്ധികൾ സമ്മാനിക്കുന്നതാണ്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള ഉത്കണ്ഠകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന കാലമാണ്. അതായത് ഈ മാസം വെല്ലുവിളികൾ നിറഞ്ഞ കാലം തന്നെ എന്ന് പറയാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. അനാവശ്യമായ കോപം ദോഷകരമായി ഭവിക്കും. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. ഹൃദ്രോഗം, ഉഷ്ണരോഗങ്ങൾ, ത്വക്കുരോഗം, അനാവശ്യമായ ചെലവുകൾ, നേത്രരോഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ആദായ നികുതി പോലുള്ള കാര്യങ്ങളിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലമാണ്. സ്ത്രീ സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണ, മാനഹാനി, ദ്രവ്യനാശം, ഭക്ഷണ സുഖക്കുറവ് എന്നിവയും സംഭവിക്കുവാൻ ഇടയുള്ള കാലമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളേണ്ടിയിരിക്കുന്ന കാലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ സംഭവിക്കാം. ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ വളരെയധികം വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തേടിയെത്തും. പിടിവാശി പല കാര്യത്തിലും നിങ്ങളിൽ പിടിമുറുക്കുന്ന കാലമാണ്. അന്യസ്ത്രീ ബന്ധം വഴി ഗാർഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഇത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്യാം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. വസ്തു ഇടപാടുകളിൽ വഞ്ചനയ്ക്കും നഷ്ടത്തിനും ഇടയുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തിന് ശ്രമിച്ചാലും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരുന്ന കാലമാണ്.
അതിനാൽ ക്ഷമയും സഹിഷ്ണുതയും കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട കാലമാണ്. വരവിലെ കവിഞ്ഞ ചെലവ് ധനക്ലേശമുണ്ടാക്കും. ചിലർക്ക് വിദേശവാസവും ജോലിയും അനുഭവത്തിൽ വരുന്ന കാലമാണ്. അപ്രതീക്ഷിതമായ ബന്ധുവിയോഗത്തിനും ഇടയുണ്ട്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല വന്നെത്തിയിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, നിങ്ങളുടെ ആരോഗ്യം വളരെയധികം പ്രശ്നത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. പല കാര്യത്തിൻ്റെ പേരിൽ പോലും പലപ്പോഴും പല വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇതുകൂടാതെ ഭാവിയിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി പലപ്പോഴും കാര്യങ്ങളിൽ വിഘ്നങ്ങൾ സമ്മാനിക്കും. അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് ഗുണകരമാകും. സാമ്പത്തിക സ്ഥിതിയിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാം. അത് സാമ്പത്തികമായ സ്ഥിരതയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണ്. തൊഴിലിടത്തിൽ ചിലർക്ക് സ്ഥാനഭ്രംശം വരെ സംഭവിക്കുവാൻ ഇടയുള്ള കാലമാണ്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പിരിമുറുക്കവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ക്ഷമാപൂർവം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാത്ത പക്ഷം ചില ദമ്പതികൾക്ക് വിവാഹമോചനം വരെ നേരിടേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. ശരീരസുഖക്കുറവ്, ധനവരുമാനക്കുറവ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം. കേസ് വഴക്കുകളിൽ ചിലർ അകപ്പെടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യാം. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളിലും ഒരുതരം പേടി അല്ലെങ്കിൽ മനക്കെട്ടിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന കാലമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വളരെയധികം കുറവായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പ്രശ്നത്തിലാകുന്നതിനാൽ സമ്പാദ്യമെല്ലാം ചോർന്നു പോകുന്നതിന് കാരണമാകും. സൗഹൃദം പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ അധ്വാനം വെള്ളത്തിൽ വരച്ച വര പോലെയാകുവാൻ ഇടയുണ്ട്. അത് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കും. ഈശ്വര അനുഗ്രഹം കുറയുന്ന സമയമായതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വളരെയധികം വേണം. സമൂഹത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ ഗ്രഹങ്ങളുടെ പ്രതികൂല സമയം പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതാക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. നിലവിലുള്ള കരാറുകളിലോ ഇടപാടുകളിലോ വീഴ്ച സംഭവിക്കാം. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വഞ്ചനയോ നഷ്ടമോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും. കുടുംബ ബന്ധുജനങ്ങളുമായോ സുഹൃത്തുക്കളുമായോ കലഹത്തിന് ഇടവരുവാനും ഇടയുള്ള കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.